നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളെ നാളെ എന്ന ജ്യോതിഷ വിഷയം. നിങ്ങളുടെ നാളെ നാം ചർച്ച ചെയ്യുന്നത് നാളെ 2025 ഡിസംബർ 15-ാം തീയതി, അതായത് 1201 വൃശ്ചികമാസം 29-ാം തീയതി തിങ്കളാഴ്ചത്തെ ശുഭാശുഭ ഫലങ്ങൾ. നാളത്തെ ദിനത്തിൻ്റെ പ്രത്യേകത, നാളെ വൃശ്ചികമാസം 29-ാം തീയതിയാണ്. നാളെ വൃശ്ചികമാസം അവസാനിക്കുകയാണ്. മറ്റന്നാൾ ധനുമാസം ആരംഭിക്കുകയാണ്. നാളെ സംക്രമ ദിനമാണ്. സൂര്യൻ അർദ്ധരാത്രിയിൽ സംക്രമിക്കുകയാണ്. നാളത്തെ ദിനത്തിൻ്റെ ഒരു പ്രത്യേകത, സാധാരണ സംക്രമമായ ദിവസം ജ്യോതിഷികൾ കവിടിയൊക്കെ വെക്കുന്നത് വളരെ കുറവായി. നാളത്തെ നക്ഷത്രം കാലത്ത് 11-15 വരെ ചിത്ര നക്ഷത്രമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ചോതി നക്ഷത്രവുമാണ്. നാളത്തെ ദിനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, നാളെ കറുത്തപക്ഷത്തിലെ ഏകാദശിയാണ്. വൃശ്ചിക മാസത്തിലെ വെളുത്ത പക്ഷത്തിലെ ഏകാദശി ഗുരുവായൂരപ്പന് വളരെ വിശേഷമാണ്. കഴിഞ്ഞു. ഇപ്രകാരം തന്നെ കറുത്തപക്ഷത്തിലെ ഏകാദശിയാണ്. ഏകാദശി കറുത്തപക്ഷത്തിലേത് കൃഷ്ണനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. കറുത്തപക്ഷത്തിലെ ഏകാദശിയാണ് കൃഷ്ണനുമായി അഭേദ്യമായി ബന്ധമുള്ളത്. ഇവിടെ നിങ്ങൾക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വെണ്ണ നിവേദ്യം വഴിപാടായി സമർപ്പിക്കാം. അത് നിങ്ങളുടെ മക്കൾക്ക്, സന്താനങ്ങൾക്ക് വളരെ നല്ലതാണ്. നാളത്തെ ദിനം, നാളത്തെ നക്ഷത്രം 11-15 വരെ ചിത്ര നക്ഷത്രം. അത് കഴിഞ്ഞാൽ പിന്നെ ചോതി നക്ഷത്രമാണ്. അതിനാൽ കാലത്തെൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം, വൈകിട്ട് നിർബന്ധമായും നാഗക്ഷേത്ര ദർശനം നടത്തണം. ഓം രാഘവേ നമഃ, ഓം കേതവേ നമഃ എന്ന പഞ്ചാക്ഷരി മന്ത്രത്തിൻ്റെ ധ്വനികളാൽ മുഖരിതമാകട്ടെ നാളെ നിങ്ങളുടെ സായാഹ്നങ്ങൾ. ആ സായാഹ്നത്ത് സർപ്പക്ഷേത്രത്തിൽ പോയി അവിടെ ആയില്യപൂജയോ സർപ്പബലിയോ വഴിപാടായി ചെയ്യുക. ഓം രാഘവേ നമഃ, ഓം കേതവേ നമഃ എന്ന മന്ത്രത്താൽ മുഖരിതമാകട്ടെ നിങ്ങളുടെ നാളത്തെ സായാഹ്നം. നാളെ കേരളത്തിന് വെളിയിലുള്ള എൻ്റെ പ്രിയപ്പെട്ട ഭക്തർക്ക് എന്ത് ചെയ്യാം? നവഗ്രഹത്തിൽ രാഹുകേതു അർച്ചന വഴിപാടായി സമർപ്പിക്കാവുന്നതാണ്. മറ്റ് ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഇനി അങ്ങോട്ട് ചന്ദ്രൻ അങ്ങേയറ്റം ദുർബലമായി ദ്വാദശി, ത്രയോദശി, ചതുർദശി, പിന്നീട് അമാവാസി. അതിന് മുമ്പേയുള്ള ഒരു ദിവസമാണ് ഈ ഏകാദശി. അതിനാൽ ശുഭകാര്യങ്ങൾക്കൊക്കെ നാളത്തെ ദിനം പ്രാർത്ഥന മുഖരിതമാക്കാൻ ശ്രമിക്കുക. നാളെ സംക്രമമായതിനാൽ ഞാൻ വിശേഷിച്ച് മുഹൂർത്തങ്ങളൊന്നും തന്നെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് തരുന്നില്ല. നാളെ 11-15 കഴിഞ്ഞുള്ള ചോതി നക്ഷത്രം വാങ്ങാനും കൊടുക്കാനും നല്ലതാണ്. ചിത്രം നന്നില്ല. അതിനാൽ 11-15 ശേഷമുള്ള സമയം, 11:30 മുതൽ 12:30 വരെയുള്ള സമയം ശുഭകാര്യങ്ങൾക്ക് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സമയം കണ്ടെത്താവുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു നാളെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.